يبشرهم ربهم برحمة منه ورضوان وجنات لهم فيها نعيم مقيم. അവരുടെ റബ്ബ് അവരെ കാരുണ്യത്തിന്റെയും പ്രീതിയുടെയും അവർക്കൊരുക്കിയ അനശ്വര സുഖസൗഭാഗ്യങ്ങളുള്ള ആരാമങ്ങളുടെയും ശുഭവാർത്ത അറിയിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അതിൽ അവർ നിത്യവാസികളായിരിക്കും. നിശ്ചയം സേവനങ്ങൾക്ക് പ്രതിഫലം നൽകാൻ അല്ലാഹുവിങ്കൽ ധാരാളമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅകും വഇഖ്വാനകും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ ومن يتولهم منكم فأولئك هم الظالمون. സത്യവിശ്വാസികളെ, സ്വന്തം പിതാക്കളും സഹോദരന്മാരും വിശ്വാസത്തേക്കാൾ സത്യനിഷേധത്തിന് മുൻഗണന നൽകുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ രക്ഷാധികാരികളാക്കാതിരിക്കുവിൻ. നിങ്ങളിലാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവർ അക്രമികൾ തന്നെയാകുന്നു. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പ്രവാചകൻ പറയുക, നിങ്ങളുടെ പിതാക്കളും സന്താനങ്ങളും സഹോദരന്മാരും ഭാര്യമാരും ബന്ധുജനങ്ങളും നിങ്ങൾ സമ്പാദിച്ചുവെച്ച മുതലുകളും മുടങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്ന വ്യാപാരങ്ങളും ഇഷ്ടപ്പെടുന്ന ഭവനങ്ങളുമാണ് അല്ലാഹുവിനേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും ഏറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കാത്തിരുന്നുകൊള്ളുക. അല്ലാഹു അവന്റെ കൽപ്പന നടപ്പാക്കാൻ പോകുന്നു. കുറ്റവാളികളായ ജനത്തിന് അല്ലാഹു മാർഗദർശനമരുളുന്നില്ല. യഥാർത്ഥ മതനിഷ്ഠയാകുന്ന മഹത്തായ അനുഗ്രഹവും മതമാർഗദർശനത്തിന്റെ നായകത്വവും നേതൃത്വ പദവിയും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വിഭാഗത്തിന് നൽകുമെന്നാണ് അല്ലാഹു അവന്റെ കൽപ്പന നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ സാരം. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. അല്ലാഹു ഇതിനു മുമ്പ് നിരവധി സന്ദർഭങ്ങളിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹുനൈൻ നാളിലും അവന്റെ മഹത്തായ സഹായം നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അന്നാളിൽ സ്വന്തം സംഖ്യാബലം നിങ്ങളെ പുളകം കൊള്ളിച്ചതായിരുന്നുവല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല. ഭൂമി അതിന്റെ വിസ്താരത്തോടെ തന്നെ ഇരിക്കെ നിങ്ങൾക്ക് മുന്നിൽ കുടുസായിത്തീർന്നു. നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടിപ്പോകേണ്ടി വരികയും ചെയ്തു. വിമുക്തി പ്രഖ്യാപനത്തിലടങ്ങിയ അപകട നയം പ്രാവർത്തികമാക്കുമ്പോൾ അറേബ്യയെങ്ങും യുദ്ധാഗ്നി ആളിപ്പടരുമെന്നും അതിനെ നേരിടുക ദുഷ്കരമായിരിക്കുമെന്നും ഭയപ്പെട്ടവരുണ്ടായിരുന്നു. അവരെ അത്തരം ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്നറിയിക്കുകയാണ്. അതിനേക്കാൾ എത്രയോ ഗുരുതരമായ വിപത്ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിച്ച അല്ലാഹു ഇപ്പോഴും നിങ്ങളുടെ സഹായത്തിനുണ്ട്.
നിങ്ങളുടെ ശക്തി മാത്രമാണ് പ്രവർത്തനത്തിനാശ്രയമെങ്കിൽ മക്കയിൽ നിന്നത് മുന്നോട്ട് ഗമിക്കുമായിരുന്നില്ല. അഥവാ ഏതു നിലയ്ക്കും ബദറിൽ അതിന്റെ അന്ത്യം കുറിക്കപ്പെടുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ശക്തിയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. അജയ്യമായ ആ ശക്തി വിശേഷമാണ് ഇന്നോളം ഇതിന് ഉദ്ഗതി നേടിക്കൊടുത്തതെന്ന് പൂർവകാലാനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആ പരാശക്തി ഇനിയും ഈ പ്രസ്ഥാനത്തിന് യശസ്സേകുമെന്നുറപ്പിച്ചുകൊള്ളുക. ഇവിടെ പരാമർശിച്ച ഹുനൈൻ യുദ്ധം ഹിജ്റ 8-ാം വർഷം ശവ്വാലിൽ മക്കയ്ക്കും ത്വായിഫിനും മധ്യേ ഹുനൈൻ താഴ്വരയിൽ ഈ സൂക്തങ്ങൾ അവതരിക്കുന്നതിന് 12-13 മാസം മുമ്പ് മാത്രമാണ് നടന്നത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് 12,000 പേരടങ്ങുന്ന ഒരു വമ്പിച്ച സൈന്യമാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് ഒരു യുദ്ധത്തിലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇത്ര വലിയ സൈന്യം പങ്കെടുത്തിരുന്നില്ല. മറുവശത്ത് അവിശ്വാസികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എന്നിട്ടും ഹവാസിൻ ഗോത്രത്തിലെ വില്ലാളി വീരന്മാർ മുസ്ലിം സൈന്യത്തെ പിന്തിരിപ്പിക്കുകയും അവർ ചിന്നിച്ചിതറി പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു. നബി തിരുമേനിയും ഒരു പിടി ധീരസഖാക്കളും മാത്രമേ രംഗത്ത് ഉറച്ചുനിന്നുള്ളൂ. അവരുടെ സ്ഥൈര്യവും നിശ്ചയദാർഢ്യവും കാരണമായി മുസ്ലിം സൈന്യം പുനഃസംഘടിക്കുകയും ഒടുവിൽ വിജയം നേടുകയും ചെയ്തു. അല്ലെങ്കിൽ മക്ക വിജയം നേടിക്കൊടുത്തതിലധികം ഹുനൈനിൽ നഷ്ടപ്പെട്ടേനെ. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. പിന്നീട് അല്ലാഹു അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും സമാധാനമിറക്കുകയും നിങ്ങൾക്ക് അദൃശ്യമായ ഒരു സൈന്യത്തെ അയക്കുകയും സത്യനിഷേധികളെ ശിക്ഷിക്കുകയും ചെയ്തു. അതുതന്നെയാകുന്നു സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. അനന്തരം ഇவ்விധം ശിക്ഷിച്ച ശേഷം അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു എന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഹുനൈൻ വിജയാനന്തരം പരാജിതരായ ശത്രുക്കളോട് നബി തിരുമേനി കാണിച്ച മാന്യവും ഉദാരവുമായ സമീപന രീതിയുടെ ഫലമായി അവരിൽ അധിക പേരും ഇസ്ലാം സ്വീകരിച്ചു. ഈ മാതൃക മുമ്പിൽ വെച്ച് മുസ്ലിങ്ങളോട് പറയുകയാണ്, വിമുക്തി പ്രഖ്യാപനത്തെ തുടർന്ന് മുശ്രിക്കുകളെ ഒന്നടങ്കം അരിഞ്ഞു വീഴ്ത്താൻ പോവുകയാണെന്ന് തന്നെ നിങ്ങൾ എന്തിന് ധരിച്ചുവെച്ചു? മറിച്ച് ചിന്തിക്കാനല്ലേ പൂർവാനുഭവങ്ങൾ വക നൽകുന്നത്? ജാഹിലി വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അസ്തമിക്കുകയും ജാഹിലീയത്തിൽ പിടിച്ചു തൂങ്ങാൻ കാരണമായ അവലംബം ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അവർ സ്വയമേവ ഇസ്ലാമിക സങ്കേതത്തിൽ അഭയം തേടുമെന്നും പ്രതീക്ഷിക്കാമായിരുന്നില്ലേ? يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. സത്യവിശ്വാസികളെ, ബഹുദൈവാരാധകർ അശുദ്ധരാണ്. അതിനാൽ ഈ വർഷത്തിനു ശേഷം അവർ മസ്ജിദുൽ ഹറാമിന്റെ അടുത്തു വരാൻ പാടില്ല. നിങ്ങൾ ധനക്ഷയം ഭയപ്പെടുന്നുവെങ്കിൽ അല്ലാഹു ഇച്ഛിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ സമ്പന്നരാക്കിയേക്കും. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. അതായത് ബഹുദൈവാരാധകർക്ക് ഇനിമേൽ ഹജ്ജും കഅബ സന്ദർശനവും മാത്രമല്ല, മസ്ജിദുൽ ഹറാമിന്റെ അതിർത്തികളിൽ പ്രവേശനവും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഷിർക്കിന്റെയും ജാഹിലിയത്തിന്റെയും തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുവാനാണ് ഈ നടപടി. അവിശുദ്ധരെന്നാൽ സ്വയം അവിശുദ്ധരെന്നല്ല, അവരുടെ വിശ്വാസാചാരങ്ങളും സ്വഭാവ കർമ്മങ്ങളും ജാഹിലിയ ജീവിത രീതിയും അശുദ്ധമാണെന്ന് മാത്രമാണ് വിവക്ഷ. ഈ അശുദ്ധി കാരണമാണ് ഹറമിന്റെ പരിധികളിൽ അവർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ഹജ്ജും ഉംറയും ജാഹിലിയ ആചാരങ്ങളും നിർവഹിക്കാൻ വേണ്ടി പ്രവേശിക്കുന്നത് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ.
എന്നാൽ എല്ലാ തരത്തിലുള്ള പ്രവേശനവും നിരോധന പരിധിയിൽ പെടുമെന്നാണ് ഇമാം ഷാഫിഈ അഭിപ്രായപ്പെടുന്നത്. മസ്ജിദുൽ ഹറാമിൽ മാത്രമല്ല, ഒരു പള്ളിയിലും മുശ്രിക്കുകൾക്ക് പ്രവേശനം പാടില്ലെന്നാണ് ഇമാം മാലിക്കിന്റെ പക്ഷം. ഈ അഭിപ്രായം ശരിയല്ല. കാരണം നബി തിരുമേനി മദീനയിലെ പള്ളിയിൽ അവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. قاتلوا الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ورسوله ولا يدينون دين الحق من الذين أوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون. വേദക്കാരായ ജനത്തിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്തവരും അല്ലാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യദീനിനെ സ്വന്തം ദീനായി സ്വീകരിക്കാത്തവരുമായ ആളുകളോട് പോരാടുവിൻ. അവർ സ്വന്തം കരങ്ങളാൽ ജിസിയ നൽകുകയും വിനീതരായി തീരുകയും ചെയ്യുന്നതുവരെ പൊരുതുവിൻ. ദൈവത്തിലും പരലോകത്തിലും വിശ്വാസമുണ്ടെന്ന് വേദക്കാർ വാദിക്കുന്നുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് ദൈവത്തിലോ പരലോകത്തിലോ വിശ്വാസമില്ല. ദൈവവിശ്വാസമെന്നാൽ ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുകയല്ല, ഏക ആരാധ്യനും വിധികർത്താവും രക്ഷകനും അവൻ മാത്രമാണെന്നും വിശ്വസിക്കേണ്ടതുണ്ട്. അവന്റെ സത്തയിലും ഗുണങ്ങളിലും അധികാര അവകാശങ്ങളിലും സ്വയം പങ്കാളിയാവുകയോ മറ്റാരെയെങ്കിലും പങ്കാളിയാക്കുകയോ ചെയ്യരുത്. എന്നാൽ അടുത്ത സൂക്തങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ പാതകം ചെയ്തിരിക്കുന്നു. അതിനാൽ അവരുടെ വിശ്വാസം അർത്ഥശൂന്യമാണ്. ദൈവവിശ്വാസമെന്ന് ഒരിക്കലും അതിനെ വിശേഷിപ്പിക്കാവതല്ല. പരലോക വിശ്വാസത്തിന്റെ കാര്യവും അങ്ങനെ തന്നെ. മരണാനന്തരം ഉയിർത്തെഴുന്നേൽപ്പിക്കുമെന്ന വിശ്വാസം മാത്രമല്ല അത്. അവിടെ കൈക്കൂലിയോ ശിപാർശയോ പ്രായശ്ചിത്തമോ മഹാത്മാക്കളോടുള്ള ബന്ധമോ വില പോവുകയില്ലെന്നും ഒരാളും മറ്റൊരാളുടെ പാപത്തിന് പരിഹാരമാവുകയില്ലെന്നും വിശ്വസിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ കോടതിയിൽ കലവറയില്ലാത്ത നീതി മാത്രമേ നടപ്പുള്ളൂവെന്നും സത്യവിശ്വാസവും സൽക്കർമ്മവുമല്ലാതെ മറ്റൊന്നും അവിടെ പരിഗണനീയമല്ലെന്നും അംഗീകരിക്കേണ്ടതുണ്ട്. ഈ വിശ്വാസത്തിന്റെ അഭാവത്തിൽ പരലോകമുണ്ടെന്ന കേവല സമ്മതം നിഷ്പ്രയോജനമാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ജൂത ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ അവരുടെ പരലോക വിശ്വാസവും സ്വീകാര്യമല്ല. അല്ലാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമാക്കാത്തവർ, എന്നാൽ അല്ലാഹു അവന്റെ ദൂതൻ മുഖേന അവതരിപ്പിച്ച ശരീഅത്തിനെ ജീവിത നിയമമായി അംഗീകരിക്കാത്തവർ എന്നാണ് അർത്ഥം. ജിസിയ നൽകി വിനീതരാവുക എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. അവരെ സത്യവിശ്വാസികളാക്കി മാറ്റുകയല്ല യുദ്ധത്തിന്റെ പരമലക്ഷ്യം. അവരുടെ പരമാധികാരവും മേൽക്കോയ്മയും അവസാനിപ്പിക്കുകയാണ്. അവർ ഭൂമിയിലെ അധിപതികളും ഭരണകർത്താക്കളുമാകരുത്. ജീവിത വ്യവസ്ഥിതിയുടെ നടത്തിപ്പും ഭരണാധിപത്യത്തിന്റെ കടിഞ്ഞാണും സത്യവിശ്വാസികളുടെ കരങ്ങളിലായിരിക്കണം. ആ വ്യവസ്ഥിതിക്ക് കീഴിൽ അവിശ്വാസികൾ കൂറും വിധേയത്വമുള്ളവരുമായി വർത്തിക്കണം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ദിമ്മികൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതിഫലമാണ് ജിസിയ. രാഷ്ട്രത്തോടുള്ള കൂറിന്റെ ഒരു സൂചനയുമാണത്. സ്വകരങ്ങളാൽ ജിസിയ നൽകുക എന്നാൽ സ്വയമേവ അനുസരണഭാവത്തോടെ നൽകുക എന്നാണ് അർത്ഥം. വിനീതരായി തീരുക എന്നതിന് മേധാവിത്വം നടിക്കാതെ ദൈവിക പ്രാതിനിധ്യ വ്യവസ്ഥയ്ക്ക് വിധേയരായിരിക്കുക എന്നർത്ഥം. ആദ്യത്തിൽ ഈ നിയമം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മാത്രം ബാധകമായിരുന്നു. പിന്നീട് നബി തിരുമേനി മജൂസികളിൽ നിന്നും ദിമ്മികളെന്ന നിലയിൽ ജിസിയ സ്വീകരിക്കുകയുണ്ടായി. അനന്തരം അറേബ്യയ്ക്ക് പുറത്തുള്ള എല്ലാ അമുസ്ലിം ജനവിഭാഗങ്ങൾക്കും ഈ നിയമം ബാധകമാണെന്ന് സ്വഹാബത്ത് ഐകകണ്ഠ്യേന നിശ്ചയിച്ചു. 19-ാം നൂറ്റാണ്ടിലെ അധപതന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ വളരെ ക്ഷമാപണ സ്വരത്തിൽ മാത്രം പരാമർശിച്ചിരുന്ന പ്രശ്നമാണ് ജിസിയ. ആ കാലഘട്ടത്തിന്റെ സ്മാരകമായി ഇന്നും ചില ആളുകളുണ്ട്. മാപ്പിന്റെയും ക്ഷമാപണത്തിന്റെയും ശൈലി ഇപ്പോഴും അവർ തുടരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദീനിന് ദൈവധിക്കാരികളോട് ക്ഷമാപണം ബോധിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. അതിൽ നിന്നെത്രയോ ഉന്നതവും ഉത്കൃഷ്ടവുമാണത്. ഈ പ്രശ്നത്തിലടങ്ങിയ വ്യക്തവും ലളിതവുമായ വസ്തുത ഇതാണ്: ദൈവിക ദീനിനെ തിരസ്കരിക്കുകയും തങ്ങളോ തങ്ങളെപ്പോലുള്ളവരോ കെട്ടിച്ചമച്ച അബദ്ധ ജീവിത രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നവർ പരമാവധി അർഹിക്കുന്നത് സ്വയം അബദ്ധം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. അതിലുപരി ഭൂമിയുടെ ഭരണച്ചെങ്കോൽ കൈയിലേന്തി
തങ്ങളുടെ അബദ്ധ സഞ്ചാരങ്ങൾക്കും അബദ്ധ ചെയ്തികൾക്കും അനുസരിച്ച് മാനവ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ചു നടത്താൻ ഒരവകാശവും അവർക്കില്ല. അത് ലോകത്തെവിടെ സംഭവിച്ചാലും കുഴപ്പം അനിവാര്യമാണ്. അതിനാൽ അവരെ ഭൂമിയിലെ ആധിപത്യത്തിൽ നിന്ന് പുറന്തള്ളാനും ദൈവിക ജീവിത വ്യവസ്ഥയ്ക്ക് വിധേയരാക്കാനും സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടതാകുന്നു. അതവരുടെ നിർബന്ധ കർത്തവ്യമാണ്. എന്തിനുള്ള വിലയാണ് ജിസിയ എന്ന ചോദ്യമാണിനി അവശേഷിക്കുന്നത്. തങ്ങളുടെ ദുഷിച്ച ജീവിത രീതികളിൽ നിലകൊള്ളാൻ ദൈവികാധിപത്യത്തിന് കീഴിൽ നൽകപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില എന്നാണ് മറുപടി. ഈ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തമ വ്യവസ്ഥിതിയുടെ നടത്തിപ്പിനും ക്രമസമാധാന പാലനത്തിനുമാണ് അത് വിനിയോഗിക്കപ്പെടുക. ദൈവമാർഗത്തിൽ സക്കാത്ത് നൽകാൻ അവസരം നഷ്ടപ്പെടുകയും ദുർമാർഗത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വില നൽകുകയും ചെയ്യേണ്ടി വരുന്നത് എത്ര വലിയ നിർഭാഗ്യമാണെന്ന് ആണ്ടുതോറും ജിസിയ നൽകുമ്പോൾ ചിന്തിക്കാൻ അവസരം ലഭിക്കുന്നുവെന്നത് ജിസിയയുടെ മറ്റൊരു ഫലമാണ്. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنا يؤفكون. യഹൂദന്മാർ പറയുന്നു ഉസൈർ ദൈവപുത്രനാകുന്നു. നസ്രായർ പറയുന്നു മിശിഹ ദൈവപുത്രനാകുന്നു. ഇതെല്ലാം അവരുടെ വായകൾ ഉതിർക്കുന്ന നിരർത്ഥ വർത്തമാനങ്ങളത്രേ. അവർ പൂർവിക സത്യനിഷേധികളുടെ വാദത്തോട് സാദൃശ്യപ്പെടുകയാകുന്നു. അവരിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭവിക്കട്ടെ. എങ്ങനെയാണ് അവർ വഴിതെറ്റിക്കപ്പെടുന്നത്? ജൂതന്മാർ മതപരിഷ്കർത്താവായി ഗണിക്കുന്ന യസ്ര ആണ് ഉസൈർ. ക്രിസ്തുവിന് മുമ്പ്, ഉദ്ദേശ്യം 450 ആണ്ടോടടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടമെന്ന് കരുതപ്പെടുന്നു. ഇസ്രായേലി റിപ്പോർട്ടുകൾ പ്രകാരം സുലൈമാൻ നബിക്ക് ശേഷം ഇസ്രായേലിയർക്ക് നേരിട്ട പരീക്ഷണ ഘട്ടത്തിൽ തൗറാത്ത് ലോകത്തുനിന്ന് തിരോധാനം ചെയ്തുവെന്ന് മാത്രമല്ല, ബാബിലോണിയായിലെ ബന്ധനം സ്വന്തം നിയമസംഹിതയിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും സാമുദായിക ഭാഷയായ ഹിബ്രുവിൽ നിന്ന് പോലും തീരെ വേർപെടുത്തിക്കളയുകയും ചെയ്തു. അവസാനം ഉസൈർ അഥവാ യസ്ര ആണ് ബൈബിൾ പഴയ നിയമം ക്രോഡീകരിച്ചതും ശരീഅത്ത് പുനരുദ്ധരിച്ചതും. ഇക്കാരണത്താൽ ഇസ്രായേലർ അദ്ദേഹത്തെ അത്യധികം ബഹുമാനിക്കുന്നു. ബഹുമാനാദരം അതിരുകവിഞ്ഞ് ചില ജൂതവിഭാഗങ്ങൾ അദ്ദേഹത്തെ ദൈവപുത്രനാക്കുക കൂടി ചെയ്തു. യഹൂദർ ഐക്യകണ്ഠേന ഉസൈറിനെ ദൈവപുത്രനാക്കിയെന്ന് ഖുർആന്റെ പ്രസ്താവനയ്ക്ക് അർത്ഥമില്ല. ദൈവത്തെക്കുറിച്ച് ജൂതവിശ്വാസം ദുഷിച്ച് ഒടുവിൽ യസ്രായെ ദൈവപുത്രനാക്കിയ ഒരു വിഭാഗം പോലും അവരിലുണ്ടായെന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മുമ്പേ മാർഗഭ്രംശം സംഭവിച്ച ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, റോമക്കാർ, പേർഷ്യക്കാർ തുടങ്ങിയ ജനസമുദായങ്ങളുടെ തത്വശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും ഭാവനാ സങ്കല്പങ്ങളിലും ആകൃഷ്ടരായി ഇവരും അതേപോലുള്ള അബദ്ധവിശ്വാസങ്ങൾ സ്വായത്തമാക്കിയെന്നർത്ഥം. അൽ മാഇദ 77 സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ വിഷയം